السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد, എല്ലാവർക്കും വീണ്ടും Hpnet അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡേൺ കാലഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചാണ്. അതിനിടയിൽ ഞാൻ 4 എപ്പിസോഡുകൾ നഹ്വുൽ വാദിഹിൽ നിന്നുള്ള പാഠങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ 5ാമത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്. മോഡേൺ കാലഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരെക്കുറിച്ച് ഇനിയും ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡുകളിലായിട്ട് വരും. ഏതായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഹ്വുൽ വാദിഹിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നു ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അൽ-ഫാഇൽ വൽ-മഫ്ഊൽ എന്നീ 2 പാഠങ്ങളെക്കുറിച്ചാണ്. വളരെ സിമ്പിളായതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണിത്. കാരണം അറബി ഭാഷയിൽ 2 തരം സെൻറ്റൻസുകളാണുള്ളത്. നമുക്കതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പാഠം തന്നെ പഠിക്കാനുണ്ട്. ഇസ്മിയായ ജുംല, ഫിഅലിയായ ജുംല. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന പേര് പറയുക. ഏതുപോലെ അൽ ബുസ്താനു ജമീലുൻ എന്നൊക്കെ നമ്മൾ ആദ്യ ഉദാഹരണത്തിൽ പഠിച്ചിരുന്ന. ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഫിഅലിയായ ജുംല എന്ന് പേര് പറയുക. കതബ മുഹമ്മദുൻ റിസാലത്തൻ, മുഹമ്മദ് ഒരു കത്തെഴുതി, അതൊരു ഫിഅലിയായ ജുംലയാണ്. ഈ ഫിഅലിയായ ജുംലയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകമാണ് അതിൻ്റെ ഫാഇൽ എന്നുള്ളത്. പിന്നീട് മഫ്ഊൽ എന്നത് ചിലപ്പോൾ ഉണ്ടാകാം, ചില ജുംലകളിൽ ഇല്ലാതിരിക്കാം. അപ്പോൾ അത് 2നെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മൾ പഠിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇൻഷാ അള്ളാഹ് ഫാഇലിനെ കുറിച്ചും മഫ്ഊലിനെ കുറിച്ചുമാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നുണർത്തിക്കൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള അറബി ഭാഷയുമായും സാഹിത്യവുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നുണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് ഫാഇലിനെ കുറിച്ച് പഠിക്കാം. ഫാഇൽ എന്ന് പറയുന്നത് ഫിഅലിയായ ജുംല എന്നാൽ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണെന്ന് ഞാൻ വിശദീകരിച്ചു. ഫിഅലുകൾ തന്നെ മാളി, മുളാരി, അംറ് എന്നിവയൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏതൊരു ഫിഅൽ വന്നാലും ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഒരു കർത്താവ്, ഒരു സബ്ജക്റ്റ് ഉണ്ടാകും. അത് നിർബന്ധമാണ്. അതിന് അയാൾക്കാണ് ഫാഇൽ എന്ന് അറബിയിൽ പറയുക. അപ്പോൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത ഒരാളുണ്ടായിരിക്കും, അയാളാണ് അതിലെ ഫാഇൽ. ഇത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ അത്യാവശ്യമാണ്. കാരണം അറബിയിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഫീലും ഫായിലും തിരിയില്ല എന്ന് പറഞ്ഞാൽ ഫിഅലും ഫായിലും മഫ്ഊലും തിരിയാത്ത ഒരാൾക്ക് അറബി ഭാഷ ഒന്നും അറിയില്ല എന്നാണ് അതിൻ്റെ ഒരു വശം. ഏതായാലും എന്താണ് ഫാഇൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ. ഒരു റഫ് ഉള്ള ഇസ്മാണ്. തഖദ്ദമഹു ഫിഅലുൻ, അതിൻ്റെ മുൻപ് ഫിഅൽ വന്നിട്ടുണ്ടാകും. വദല്ല അറിയിക്കുകയും ചെയ്യും. അലല്ലദി ഫഅലൽ ഫിഅല, ആ പ്രവൃത്തി ചെയ്തതിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യും. ഇതിനാണ് ഫാഇൽ എന്ന് പറയുക. അപ്പോൾ ഫാഇൽ മർഫൂ ആയ ഇസ്മാണ്, അതിൻ്റെ മുൻപ് ഫിഅൽ വന്നിട്ടുണ്ടാകും, ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യും. 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസ് ഒത്തു വന്നാൽ മാത്രമേ അത് ഫാഇലാവുകയുള്ളൂ. ഒന്ന് ഇസ്മായിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഫിഅലോ ഹർഫോ, കലിമത്തുകൾ 3 നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കലിമത്തിൽപ്പെട്ട ഫിഅലോ ഹർഫോ ഒന്നും ഫാഇലായിട്ട് വരില്ല. മർഫൂ ആയിരിക്കും, ഒരിക്കലും മൻസൂബോ അല്ലെങ്കിൽ മജ്റൂറോ അല്ലെങ്കിൽ മജ്സൂമോ ഒന്നും ആവുകയില്ല. തഖദ്ദമഹു ഫിഅലുൻ, അതിൻ്റെ മുൻപ് ഫിഅൽ വന്നിട്ടുണ്ടാകും, ശേഷമല്ല മുൻപ് ഫിഅൽ വന്നിട്ടുണ്ടാകും. മാത്രമല്ല എല്ലാ ഇസ്മും മുൻപ് ഫിഅൽ വന്നാൽ അതെന്തായിക്കൊള്ളണമെന്നില്ല, ഫായിലായിക്കൊള്ളണമെന്നില്ല. ഫായിലാകണമെങ്കിൽ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുകയും വേണം. ഉദാഹരണം, ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി. ദഹബ എന്നതൊരു പ്രവൃത്തിയാണ്, പോയി എന്നത്. ആ പ്രവൃത്തി ചെയ്ത ആളാര? മുഹമ്മദ് പോയി. ഇവിടെ ഈ ഷർത്തൊക്കെ ഒത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. മുഹമ്മദുൻ എന്നത് ഒരു ഇസ്മാണ്, ഒരു വ്യക്തിയുടെ നാമമാണ്. അത് റഫ് ഉള്ളതാണ്, മുഹമ്മദുൻ എന്നാണ്.
അതിൻ്റെ മുൻപ് ദഹബ എന്ന പ്രവൃത്തി വന്നിട്ടുണ്ട്. അത് ചെയ്തതിൻ്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്നത് ഇവിടുത്തെ സബ്ജക്റ്റാണ്, ഫായിലാണ്. അതിനാണ് ഫായിൽ എന്ന് പറയുക. ഇതേ സെൻറ്റൻസ് നമ്മളിപ്പോൾ മുഹമ്മദുൻ ദഹബ എന്ന് പറഞ്ഞാലോ അങ്ങനെയും പറയാലോ. അർത്ഥം ഏത് തന്നെയാണ്. ദഹബ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പോയി. ഇനി മുഹമ്മദുൻ ദഹബ എന്ന് പറഞ്ഞാലും മുഹമ്മദ് പോയി എന്നാണ്. പക്ഷേ അവിടെ മുഹമ്മദ് എന്നതിന് ഫായിൽ എന്ന് നമ്മൾ പറയില്ല. മുഹമ്മദുൻ ദഹബ, മുഹമ്മദ് അയാൾ പോയി. അപ്പോൾ മുഹമ്മദ് എന്നത് അവിടെ മുബ്തദയാണെന്നാണ് പറയാം. ദഹബ എന്നത് ഫിഅൽ മാളിയാകും. എന്നാൽ ഫായിൽ വേണ്ടേ? ഫായിൽ ദഹബ എന്നതിൽ ഹുവ എന്ന ലമീർ ഉണ്ടാവും. അങ്ങനെയാണ് വരിക. എന്തുകൊണ്ട്? അവിടെ ദഹബ എന്നതിന് ശേഷമല്ല മുഹമ്മദ് വന്നത്, അതിന് മുൻപ് ഫിഅൽ വന്നിട്ടില്ല. ഫിഅൽ വന്നത് ഇസ്മിന് ശേഷമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഫായിലാവുകയില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ ഒത്തതിനാണ് ഫായിൽ എന്ന് പറയുക. അതിൻ്റെ പാഠത്തിലുള്ള ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ത്വാറൽ ഉസ്ഫൂറു, കുരുവി പാറി. ജറൽ ഹിസാനു, കുതിര ഓടി അല്ലെങ്കിൽ സഞ്ചരിച്ചു. ലഇബൽ വലതു, കുട്ടി കളിച്ചു. യഊമു സമക്കു, മത്സ്യം നീന്തുന്നു അല്ലെങ്കിൽ ഊളിയിടുന്നു. യൽസഉൽ ബഊലു, കൊതുക് കുത്തുന്നു. തഅക്കുലുൽ ബിന്തു, പെൺകുട്ടി ഭക്ഷിക്കുന്നു. ഈ ജുംലകളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം ജുംലത്തുൻ മുഫീദയാണ്. എല്ലാം തുടങ്ങിയിരിക്കുന്നത് ഫിഅൽ കൊണ്ടുമാണ്. അതായത് ഫിഅലിയായ ജുംലയാണ്. ത്വാറ, ജറ, ലഇബ, യഊമു, യൽസഉ, തഅക്കുലു ഇതെല്ലാം ഫിഅലുകളാണ്. അതിന് ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന കാര്യമാണ് ശേഷം വന്നിട്ടുള്ളത്. ത്വാറ പറന്നു. ആരാണ് പറന്നത്? അൽ ഉസ്ഫൂറു. ആ പ്രവൃത്തി ചെയ്തതാണ് കുരുവി. ജറ സഞ്ചരിച്ചു. ആരാണ്? അൽ ഹിസാനു, കുതിര. ലഇബ കളിച്ചു. ആ കളിച്ചതാരാണ്? അൽ വലതു. അങ്ങനെ ഓരോന്നും ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളെയാണ് ശേഷം കൊടുത്തിരിക്കുന്നത്. ഇത് ഫായിലുകളാണ്. നമുക്ക് നോക്കാം ഇവിടെ എല്ലാ ഷർത്തും ഒത്തിട്ടുണ്ടോ എന്ന്. ഈ പറയപ്പെട്ട ഉസ്ഫൂർ, ഹിസാന്, വലത്, സമക്ക്, ബഊല്, ബിന്ത് എല്ലാം ഇസ്മുകളാണ്. മാത്രമല്ല അത് റഫ് ആണ്. ഉസ്ഫൂറു, ഹിസാനു, വലതു എന്നാണ് വായിക്കേണ്ടത്. അതിന് മുൻപ് ഫിഅൽ വന്നിട്ടുണ്ട്. ത്വാറ, ജറ, ലഇബ, യഊമു, യൽസഉ, തഅക്കുലു ഇവകളെല്ലാം ഫിഅലുകളാണ്. മാത്രമല്ല ആ പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഫിഅലുകൾക്ക് ഉദാഹരണമാണ്. ഫിഅൽ വന്ന ജുംലകൾക്ക് ഉദാഹരണം. ഫായിലുകൾക്ക് ഉദാഹരണമാണ്. ഫായിൽ വന്ന ജുംലകൾക്കും ഉദാഹരണമാണ്. ഇനി ഞാനവിടെ ബ്ലൂ കളറിൽ ആക്കി വെച്ചതും പിന്നെ ബ്ലാക്ക് കളറിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം. ബ്ലൂ കളറിലുള്ളത് മാലി വന്നതിന് ഉദാഹരണമാണ്. ബ്ലാക്ക് ഉള്ളത് മുലാരിയാണ്. അതായത് മാലിയാണെങ്കിലും മുലാരിയാണെങ്കിലും എല്ലാത്തിനും ഫിഅലാണോ അതിന് ഫായിൽ ഉണ്ടാകുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പാഠത്തിൽ നമ്മൾ നോക്കിയാൽ 2 ഭാഗങ്ങളിലായിട്ട് കൊടുത്തത്. അതിന് വേണ്ടിയാണ്. ഏതായാലും ഇതെല്ലാം അൽ ഉസ്ഫൂർ എന്നത് ഹിസാനു, വലതു, സമക്കു, ബൗലു, ബിന്ദു തുടങ്ങിയവയെല്ലാം ഫായിലുകളാകുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മഫ്ഊൽ ബിഹിയെ കുറിച്ചാണ്. സാധാരണഗതിയിൽ മഫ്ഊൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മഫ്ഊൽ ബിഹിയാണ്. സത്യത്തിൽ മഫ്ഊലുകൾ 5 തരമുണ്ട്. മഫ്ഊൽ ബിഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മഅഹു, മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ ഫീഹി, അങ്ങനെ 5 തരത്തിലുള്ള മഫ്ഊലുകളുണ്ട്. നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മഫ്ഊൽ ബിഹിയെ കുറിച്ചാണ്. ഫിഇലും അതിനുശേഷം വരുന്ന ഫായിലിനെ കുറിച്ചുമാണ് ഇതുവരെ പറഞ്ഞത്. മഫ്ഊൽ എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി, ആ ഫായിലിൻ്റെ പ്രവൃത്തി എന്തിലാണോ സംഭവിച്ചിരിക്കുന്നത് അതിനാണ് മഫ്ഊൽ എന്ന് പറയുക. ഇംഗ്ലീഷിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രവൃത്തി എന്തിലാണോ സംഭവിച്ചത് ആ വസ്തുവിന് അല്ലെ ആ ആൾക്കാണ് മഫ്ഊൽ എന്ന് പറയുക. ഏതുപോലെ കതബ മുഹമ്മദുന റിസാലത്തെ നേരത്തെ നമ്മൾ പറഞ്ഞു. മുഹമ്മദ് കത്തെഴുതി. അപ്പോൾ മുഹമ്മദിൻ്റെ എഴുതുക എന്ന പ്രവൃത്തി സംഭവിച്ചത് കത്ത് എന്ന വിഷയത്തിലാണ്. ആ റിസാലത്തൻ എന്നതാണ് അവിടുത്തെ മഫ്ഊൽ ബിഹി. ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇൽ. മഫ്ഊലിൻ്റെ ഡെഫിനിഷനാണിത്. ഇസ്മുൻ മൻസൂബുൻ നസ്ബുള്ള ഇസ്മാണ്. വഖഅ അലൈഹി അതിൽ സംഭവിച്ചിരിക്കും ഫിഅലുൽ ഫാഇലി ആ ഫാഇലിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഫാഇലിൻ്റെ പ്രവൃത്തി ഏതിലാണോ സംഭവിച്ചത് അങ്ങനെയുള്ള നസ്ബുള്ള ഇസ്മിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയാം. ആ 3 കണ്ടീഷനാണ് മഫ്ഊലാകാൻ. ഫായിലാവണ 4 കണ്ടീഷൻ പറഞ്ഞിരുന്നു. മഫ്ഊലാകണിൽ 3 കണ്ടീഷൻ. ഒന്ന് ഇസ്മായിരിക്കും. അപ്പോൾ ഇസ്മ ഫിഅലോ ഹർഫോ ഒന്നും മഫ്ഊലായിട്ട് വരില്ല.
മറ്റൊന്ന് മൻസൂബായിരിക്കും, അത് എപ്പോഴും മഫ്ഊൽ നസ്ബുള്ളതായിരിക്കും. മൂന്നാമത്തത് ആ സബ്ജക്റ്റിൻ്റെ പ്രവൃത്തി അതിൻ്റെ മേലായിരിക്കും സംഭവിക്കുക. അങ്ങനെയുള്ളതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയാം. ഉദാഹരണം, നസ്വറ ഹാമിദുൻ ഫഖീറൻ. ഹാമിദ് ഒരു ദരിദ്രനെ സഹായിച്ചു. നസ്വറ സഹായിച്ചു, ഹാമിദുൻ ഹാമിദ് സഹായിച്ചു, ഫഖീറൻ ഒരു ദരിദ്രനെ. ഇവിടെ നസ്വറ എന്നത് ഫിഅലാണ്. ആ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളാണ് ഹാമിദ്, ഫാഇലാണ്. ആ ഹാമിദിൻ്റെ സഹായം എന്ന പ്രവൃത്തി ആരിലാ സംഭവിച്ചത്? ഫഖീറൻ ഒരു ദരിദ്രനിലാണ്. അപ്പോൾ ഫഖീറൻ എന്നതാണ് ഇവിടുത്തെ മഫ്ഊലും ബിഹി. അത് ഫഖീറൻ എന്നത് ഇസ്മാണ്, അത് നസ്ബുള്ളതാണ്. ഹാമിദിൻ്റെ നസ്വറ എന്ന പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നത് അതിലാണ്. അങ്ങനെയുള്ളതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുക. ഇങ്ങനെ ഇത് ഫിഇലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെ ഫായിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു എല്ലാ ക്രിയകൾക്കും ഫായിൽ ഉണ്ടാകുമെന്ന്. എന്നാൽ മഫ്ഊൽ എല്ലാ ക്രിയകൾക്കും ഉണ്ടാവുകയില്ല. ഉള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ഏതുപോലെ ജാ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു. അവിടെ ജാ എന്ന് പറഞ്ഞാൽ ഫിഇലാണ്, മുഹമ്മദുൻ എന്നത് ഫായിലാണ്. പക്ഷെ അവിടെ മഫ്ഊലില്ല. അപ്പോൾ ഫിഇലുകൾ രണ്ടാക്കി നമുക്ക് തിരിക്കാൻ കഴിയും. നമുക്കത് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ലാസിമ്, മുതഅദ്ദി. മഫ്ഊൽ ഉള്ള ഫിഇലുകൾക്കാണ് മുതഅദ്ദി എന്ന് പറയുക. ഇംഗ്ലീഷിൽ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. മഫ്ഊലുകൾ ഇല്ലാത്ത ഫിഇലിനാണ് ലാസിമി എന്ന് പറയുക. ഇംഗ്ലീഷിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് നമ്മൾ പേര് പറയും. അങ്ങനെ മുതഅദ്ദി, ലാസിമ് രണ്ട് രൂപത്തിലുള്ള ഫിഇലുകളുണ്ട്. രണ്ട് ഫിഇലിനും ഫാഇൽ നിർബന്ധമായിട്ടും ഉണ്ടാകും. എന്നാൽ ലാസിമായ ഫിഇലിന് മഫ്ഊൽ ഉണ്ടാവില്ല. മുതഅദ്ദിയായ ഫിഇലിന് മാത്രമേ മഫ്ഊൽ ഉണ്ടാവുകയുള്ളൂ. അതുതന്നെ ഒരു മഫ്ഊൽ ഉള്ളതും രണ്ട് മഫ്ഊൽ ഉള്ളതും മൂന്ന് മഫ്ഊൽ ഉള്ളതും അങ്ങനെയൊക്കെ വ്യത്യസ്തമായ തരത്തിൽ മഫ്ഊലുകൾ ഉള്ളതുണ്ട്. മുതഅദ്ദിയായ ഫിഇലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഏതായാലും മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിക്കുന്ന ഫായിലിൻ്റെ പ്രവൃത്തി ഏതൊന്നിലാണോ സംഭവിക്കുന്നത് അങ്ങനെയുള്ള നസ്ബുള്ള ഇസ്മിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുക. അത് ഈ ഫായിൽ ഏതാണെന്നും മഫ്ഊൽ ഏതാണെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും അത് ഒരു സെൻറ്റൻസ് എഴുതാനുമൊക്കെ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. പാഠത്തിലുള്ള ഉദാഹരണങ്ങളാണ്. ഷദ്ദ തിൽമീദുൽ ഹബല. ഷദ്ദ മുറുക്കിക്കെട്ടി. ഷദ്ദൽ ഹബല എന്നൊക്കെ പറഞ്ഞാൽ ശക്തമായി മുറുക്കിക്കെട്ടുന്നതിനാണ് ഷദ്ദൽ ഹബല എന്ന് പറയുക. അ തിൽമീദു കുട്ടി, അൽ ഹബല കയറ്. തൗവത്തിൽ ബിന്ദു പെൺകുട്ടി മടക്കി, അ സൗബ വസ്ത്രം. അകല ദിബു ചെന്നായ ഭക്ഷിച്ചു, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ. യർബഹു സാബിക്കു വിജയിച്ചവൻ നേടും, ജായിസത്തൻ സമ്മാനം. യസീദു സഅലബു കുറുക്കൻ വേട്ടയാടുന്നു, ദജാജത്തൻ കോഴിയെ. യബീഉൽ കസ്സാബു കശാപ്പുകാരൻ അറവുകാരൻ വിൽക്കുന്നു, അൽ ലഹ്മ ഇറച്ചി മാംസം. ഇവിടെയൊക്കെ കണ്ടോ ഹബില്, സൗബ്, ഹുറൂഫ്, ജായിസത്ത്, ദജാജത്ത്, ലഹ്മ് ഇതെല്ലാം മഫ്ഊലുകളാണ്. കാരണം ഷദ്ദ, തോവത്ത്, അകല, യർബഹു, യസീദു, യബിഉ തുടങ്ങിയ ഫിഇലുകളെല്ലാം അത് ചെയ്ത ആളുകളാണ്. തിൽമീദ്, ബിന്ദ്, ദിബ്, സാബിക്ക്, സഅലബ്, കസാബ്. ആ പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നത് കുട്ടി കെട്ടുക എന്ന പ്രവൃത്തി എന്തിലാ സംഭവിച്ചത്? കയറിലാണ്. പെൺകുട്ടി മടക്കി അതെന്തിലാ സംഭവിച്ചത്? സൗബിലാണ്. അങ്ങനെയുള്ള നസ്ബുള്ള ഇസ്മുകളാണ് മഫ്ഊലും ബിഹി. ഈ പറഞ്ഞതെല്ലാം ഇവിടെ ബ്ലൂ കളറിൽ ആക്കി വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ കോളത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത് പുസ്തകത്തിൽ. അതെല്ലാം മാളിയായ ഫെയിലാണ്. രണ്ടാമത്തത് മുലാരിയായ ഫെയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാളിയായാലും മുലാരിയായാലും അംറായാലും ഏത് ഫിഇലായാലും അതിനൊക്കെ മഫ്ഊൽ ഉണ്ടാകും ഫായിലിനെ പോലെ തന്നെ. പക്ഷേ മഫ്ഊല് മുതഅദ്ദിയായതിന് മാത്രമേ ഉണ്ടാകൂ, ലാസിമായതിന് ഉണ്ടാവുകയില്ല എന്ന വ്യത്യാസം മാത്രമാണുള്ളത്. ഇന്നു നമ്മൾ ചർച്ച ചെയ്തത് നഹ്വുൽ വാളിഹിലെ അൽ ഫാഇൽ വൽ മഫ്ഊൽ ബിഹി എന്നീ രണ്ടു പാഠങ്ങളെക്കുറിച്ചാണ്. തുടക്കക്കാർക്ക് പോലും മനസ്സിലാകാൻ വേണ്ടി വളരെ സിമ്പിളായ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അറിയാവുന്ന ആളുകൾക്ക് ഇതത്ര വലിയ കാര്യമായിരിക്കില്ല. എന്നാലും അറിയാത്ത ബാലപാഠങ്ങൾ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഫാഇൽ വൽ മഫ്ഊൽ എന്നുള്ളത്. ഏതൊരു ജുംല കിട്ടിയാലും അല്ലെ ഒരു ഫിഇലിയായ
ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിലെ ഫാഇൽ ഏതാണെന്നും മഫ്ഊൽ ഉണ്ടെങ്കിൽ അതേതാണെന്നും നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് വായിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഒരു നഹ്വിനെ സംബന്ധിച്ച് കുറേ പഠിക്കുന്നതിനേക്കാൾ ഉപരി പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക, തത്ബീക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇൻഷാ അള്ളാഹ് ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.